സംസ്ഥാനത്തെ 13 ജില്ലകളിലെ 49 തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF അല്ലെങ്കിൽ ഇടതുപക്ഷം കൃത്യമായ മേൽക്കൈ നേടിയിരിക്കുന്നു. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നോക്കൂ, കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ തോതിലുള്ള മേൽക്കൈയും അതോടൊപ്പമുള്ള കാര്യങ്ങളും പ്രവചിച്ചവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അർമാദിച്ച് ആഘോഷിച്ചവരും മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. അവർ പറഞ്ഞത് ഇവിടുത്തെ UDFന്റെ വിജയത്തിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെയുള്ള വിയോജിപ്പ് കൊണ്ടും അല്ലെങ്കിൽ എതിർപ്പും കൊണ്ടും മൂലമാണ് ഇത് നടന്നതെന്നാണ് പല UDF നേതാക്കളും അവരുടെ വാർത്താ സമ്മേളനങ്ങളും സ്റ്റേറ്റ്മെന്റുകളിലും ആവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത ജനങ്ങൾക്കറിയാം. കാരണം കേന്ദ്ര ഗവൺമെന്റിൻ്റെ ശരിക്കും സംഘപരിവാർ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക, മോദിയെ താഴെ ഇറക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ മലയാളികൾ ഒന്നടങ്കം നിന്ന് വോട്ട് ചെയ്തുകൊണ്ടാണ് UDFകാരെ നിങ്ങൾ ജയിച്ചത്. അതല്ലാതെ കേരള സർക്കാരിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 13 ജില്ലകളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ LDF ഇത്തരത്തിലുള്ള വലിയ ഒരു മേൽക്കൈ നേടില്ലായിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ ഓരോ മണ്ഡലം, ഓരോ ജില്ലയും എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ ഉയർന്ന ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഈ വാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പിണറായി വിരോധമല്ല. പിണറായി എങ്ങനെയാണ് നിങ്ങൾക്ക് വിരോധിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളെ പറയാൻ കഴിയുക? പച്ചയായ കാര്യങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് ദുരന്തമുഖത്തും മറ്റും കൃത്യമായി നിലനിൽക്കാൻ, അതായത് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് കാര്യക്ഷമമായി ഇടപെടാൻ LDF സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തുന്ന നീക്കങ്ങൾ പുറത്ത് നാടുകളിൽ പോലും ഉള്ളവർ വലിയ തോതിൽ പ്രശംസിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഒരു മലയാളിയായ ഡ്രൈവറായ അർജുൻ കർണാടകയുടെ മണ്ണിൽ പുതഞ്ഞു പോയപ്പോൾ എത്ര വലിയ രക്ഷാസന്നാഹങ്ങൾ ഒരുക്കാനും എത്ര വലിയ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും കേരള ഗവൺമെൻറ്റും കേരളത്തിലെ മക്കളും ഒരുമിച്ച് നിന്നതിനെ നിങ്ങൾ മറക്കരുത്. കാരണം അവിടേക്ക് എന്ത് സഹായങ്ങളും എത്തിച്ചു നൽകാനും വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് അവിടെ നിന്ന് നടത്തിയത്. ഈ ശ്രമങ്ങളെയെല്ലാം നിങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടോ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടോ അല്ല. 2 മന്ത്രിമാർ അല്ലെങ്കിൽ 3 മന്ത്രിമാരെ ആ ദുരന്ത മേഖലയിൽ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് അവിടെ അവർ ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. നിങ്ങളുടെ എത്ര ആളുകൾ അവിടെ എത്തി? സിദ്ധരാമയ്യ വന്ന് കടന്നുപോയി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു MLA, റവന്യൂ മന്ത്രി വന്നു കടന്നുപോയി. അവിടുത്തെ ഒരു MLA മാത്രമായിരുന്നു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്നത്. അത് പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല, ആ മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു സഹജീവിയോട് കാണിക്കേണ്ട എല്ലാ സ്നേഹവുമാണ് അവിടെ കാണിച്ചത്. അതായത് കൃത്യമായി ഏത് മേഖലയിലും ഇടപെടാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് കേരളം ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഇതിനെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ട വളരെ കർക്കശമായ, കൃത്യമായ, സത്യസന്ധമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ജനകീയ ഗവൺമെന്റിന് ഒരു പിന്തുണ എന്ന നിലയിലാണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ബൈ ഇലക്ഷനുകളിൽ കൃത്യമായിട്ട് വലിയ മേൽക്കൈ 49 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് അവിടെ കൈവച്ചിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ കണ്ട് മടുത്ത അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ആരും വോട്ട് ചെയ്തിട്ടില്ല. കാരണം നിങ്ങളെ പൂർണ്ണമായും തള്ളുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ അധികാരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരം കിട്ടിയാൽ നിങ്ങൾ അപ്പോൾ തന്നെ തമ്മിൽ തല്ലി കൂടെയുള്ളവന് പാര വെച്ചും കൂടോത്രം പണതും നിങ്ങൾ നടക്കുന്ന കോൺഗ്രസ്സുകാരെ കുറിച്ചാണ് ഈ പറയുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സംഘടനാ ശക്തിയിൽ വലിയ തോതിലുള്ള ചോർച്ചയുണ്ടായി എന്നും അതോടൊപ്പം തന്നെ സംഘടനാ മിഷനറി കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ വലിയ തോതിൽ പരാജയമുണ്ടായി എന്ന് പറഞ്ഞതും കോൺഗ്രസ്സുകാരാ നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. അല്ലാതെ CPMകാരോ CPIക്കാരോ അല്ലെങ്കിൽ ഇടത് പ്രസ്ഥാനങ്ങളിലുള്ള അതിൻ്റെ നേതാക്കന്മാരോ അല്ല പറഞ്ഞത്. നിങ്ങളുടെ ദേശീയ സംഘടനാ സെക്രട്ടറിയായ KC വേണുഗോപാലാണ് വലിയ തോതിൽ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ടായിരിക്കുന്ന അജീർണതയും അത് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. ആ ജീർണതയെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? നിങ്ങളുടെ സംഘടനാ ശക്തി വലിയ തോതിൽ ചോർന്നിരിക്കുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റായ KS സുധാകരനും കണ്ടുമുട്ടിയാൽ ഉടൻ തമ്മിലടിക്കുന്നത് പരസ്യമായ കാര്യമാണ്. നിങ്ങൾ ഒളിച്ചു വച്ചല്ല കാര്യങ്ങൾ നടന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിലും ക്യാമറകൾക്ക് മുമ്പിലും പൊതുവേദികളിലുമാണ്. മൈക്കിന് വേണ്ടി പിടിവലി കൂടുന്നത് നിങ്ങൾ പൊതുവേദികളിലാണ്. നിങ്ങളുടെ സഹപ്രവർത്തകനെ അശ്ലീലം വിളിക്കുന്നത് നിങ്ങൾ പൊതുവേദികളിലാണ്. നിങ്ങളുടെ സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റം നടത്തുന്നത് നിങ്ങളുടെ പൊതുവേദികളിലാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുണ്ടായിട്ടിരിക്കുന്ന അപജയത്തെ കൃത്യമായി കേരളത്തിലെ ജനത മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്.
മിഷൻ 2025 എന്നൊരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ അത് തുടങ്ങാൻ പോയിട്ട് പോലും നിങ്ങൾ നടത്തിയ നീക്കങ്ങൾ എന്താണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി, കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കി, നിങ്ങൾക്കുള്ളിലെ വാർത്തകൾ പരസ്പരം പാരവെച്ച് ചോർത്തി നൽകുന്ന ഒരു സംവിധാനമായി നിങ്ങൾ മാറുകയാണ് ചെയ്തത്. മിഷൻ 2025 കൺവീനറായി VD സതീശനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം അതുമായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു സർക്കുലർ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുകയും ചെയ്തതിനെ തുടർന്ന് കെ സുധാകരൻ അടക്കമുള്ളവർ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വിളറി പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നത്? നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നടത്തിയത് നിങ്ങളുടെ തന്നെ അപജയത്തെയാണ്. കാരണം എൻ്റെ അധികാരത്തിൽ കൈകടത്തുന്നു, അല്ലെങ്കിൽ എൻ്റെ അധികാര പല കാര്യങ്ങളിലും മറ്റൊരാൾ ഇടപെടുന്നു എന്നുള്ളതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നിങ്ങളുടെ KPCC പ്രസിഡന്റ്. അതേ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ പരമാധ്യക്ഷൻ. ഇതാണ് അവസ്ഥ. അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇതാണ്. കെ മുരളീധരനെ നിങ്ങൾ തല്ലി തകർത്ത് 3-ാം സ്ഥാനത്തേക്ക് തള്ളി നശിപ്പിച്ച് തോൽപ്പിച്ച് നിങ്ങൾ നാട് കടത്തിയവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയുക? ഇതൊന്നും പോസിബിൾ അല്ല എന്ന് ഇവിടുത്തെ കേരളത്തിലെ ജനത മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടന്നത്. വരാൻ പോകുന്ന 2025 തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ ഒരുങ്ങുന്നത്? ഇത്തരത്തിൽ തമ്മിലടിച്ചും ഇടിയുണ്ടാക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടിയും അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തകനെ കൂടോത്രം വെച്ചും തകർക്കാനുള്ള നീക്കങ്ങളല്ലേ നിങ്ങൾ നടത്തുന്നത്? ഇത് കേരളത്തിലെ ജനത കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിലെ ജനത ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. പിണറായി ഗവൺമെന്റിന് കിട്ടിയ പുതിയ ഒരു ഊർജവും ആവേശവുമാണ് ഈ തദ്ദേശ സ്വയംഭരണ റിസൾട്ടിൽ ഉണ്ടായിരിക്കുന്നത്.